വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ബൈ. ഹായ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അതൊക്കെ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങളിപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് മോഡിലാണ്. എവിടേക്കാ എന്താ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്നൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കേണ്ട താമസം പോവാന്ന് പറഞ്ഞിട്ട് കുറേ നാൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാണ്ട് പെട്ടെന്നൊരു ദിവസം നടന്നൊരു യാത്ര. പക്ഷെ അത് അടിപൊളിയായിരുന്നു. എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. മെയിനായിട്ട് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളത് പിള്ളേരുകളാണല്ലോ. 2 ഫാമിലിയാണുള്ളത്. അവർക്ക് 3 കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് 3 കുട്ടികൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ 10 പേരുണ്ട്. ചെറിയ വണ്ടിയാണ്, അത്ര വലിയ വണ്ടിയൊന്നുമല്ല. പോണ വഴിക്ക് ഞങ്ങൾ ഷോപ്പിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച്. രാവിലെയൊക്കെ കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വാഗമണ്ണ് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പ്ലാനാക്കി അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര അങ്ങോട്ട് തുടങ്ങി. പിന്നെ വഴിയിൽ കാഴ്ചകളെന്ന് വെച്ചാൽ മലകളും ആകാശമായിരുന്നു മെയിൻ. മലകൾ കണ്ടാൽ പിന്നെ എനിക്ക് പ്രാന്താണ്. കാര്യം ഞാനൊരു മലയിലാണ് താമസിക്കണത്, അല്ല ഒരു മലയോരത്തിൽ. എന്നാലും പക്ഷേ ഈ മലകൾ കാണുമ്പോൾ എന്താണെന്നറിയില്ല, അതെന്നെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിക്കും. ഞാനിങ്ങനെ പറക്കണ പോലെ എനിക്ക് തോന്നും. എനിക്ക് ഉറക്കം ഓളിയിടാൻ തോന്നും. അങ്ങനെയൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും വീഡിയോയിൽ അത്ര ഇതായിട്ടൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല കൂടുതലായിട്ടും. പക്ഷെ എന്നാലും കാണുമ്പോഴുള്ള മനസ്സ് അങ്ങോട്ട് തണുക്കും. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ എത്തിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. പക്ഷേ ആ സ്ഥലത്ത് കൂടുതൽ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ജീപ്പിൽ അങ്ങനെ ഉള്ളിലേക്ക് പോകാനൊന്നും പറ്റിയില്ല. കുട്ടികളൊക്കെ ഉള്ള കാരണം, ചെറിയ കുട്ടികളുള്ള കാരണം അങ്ങനെ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വാഗമണ്ണ് തന്നെ ലക്ഷ്യമാക്കിയിട്ട് പോയി. നമുക്ക് വഴിയിൽ കുറേ കാഴ്ചകളുണ്ട്. വെറുതെ ഞാനിങ്ങനെ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കണില്ല, നിങ്ങളതൊക്കെ ഇരുന്ന് കാണ്. ഓക്കേ. അതാ കാണുന്ന ആകാശം, എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഫീൽ. വണ്ടിയാണെങ്കിൽ അവിടെ ഒന്ന് നിർത്താൻ, നമുക്കതിൻ്റെ മുകളിലേക്ക് കയറാനൊന്നും പറ്റില്ല, പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറക്കെ ഓളെടുക്കാനാണ് തോന്നിയത്. നമ്മൾ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയുടെ അവിടേക്കാണ്. അവിടെ നിന്ന് ഉള്ളിലേക്കൊക്കെ പോകണം. പക്ഷെ നമ്മൾ അവിടെ പോയില്ല. അവിടെ ജസ്റ്റ് നിർത്തി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു.